എല്ലാവർക്കും ഷിഹാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡാൻസ് ക്ലാസ്സിൽ ഓണം സെലിബ്രേഷനാണ്. ഞങ്ങൾ റെഡി ആവുന്നത്. അപ്പോൾ എന്താണ് വെച്ചുള്ളത്? മലയാളി ഞങ്ങ. അപ്പോൾ അതിന് വേണ്ടി റെഡി ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇമ്മോടെ മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയാണ് ഇന്നുക്കും ഇസാക്കും ചെയ്തത്. ഞാൻ റെഡി ആയിട്ടില്ല. ഇന്നു റെഡി, ഇമ്മു റെഡി. ഞാൻ റെഡി ആയിട്ടില്ല. എനിക്ക് റെഡി ആവും. അപ്പോൾ പോകാൻ റെഡിയായതിന് ശേഷം ഇവിടെ ട്രയലാണ് നടക്കുന്നത്. മലയാളി മങ്ക കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ട്രയലാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇസയോ റെഡി ആയിട്ടുണ്ട്. ഇസക്ക് നമ്മൾ ടിൻഡു എൻ്റെ അനിയത്തി സ്റ്റിച്ച് ചെയ്ത ബ്ലൗസാണിത്. അതിൻ്റെ കൂടെ ധാവണി സ്റ്റൈലാണ് ചെയ്തേക്കണത്. ഇമ്മ കുറേ ദിവസമായി മിനുക്കി റീല് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളിയാണ് ഈ കളി. ഡാൻസ് ക്ലാസ്സിൽ പോകുന്നു. മലയാളി മങ്ക 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കിട്ടണമെങ്കിൽ കുറച്ച് കടമകൾ കിടക്കേണ്ടതുണ്ട്. ആ കടമകളെ കുറിച്ച് പറയാനായി കടമകുടി അതുകൊണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് പേരൊക്കെ ആയിട്ട് റെഡി ആയിട്ട് 2 ഗ്ലാസ് പായസം. നമ്മൾ ലേറ്റായി വന്നുകൊണ്ട് ആദ്യത്തെ പ്രോഗ്രാം ഒന്നും കണ്ടില്ല. പിന്നെ നേരെ ചെല്ലുമ്പോൾ തന്നെ ഓണപ്പാട്ടാണ് അവിടെ തുടങ്ങുന്നത്. അപ്പോൾ വയനാടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഓണം ചെറിയ രീതിയിലാണ് കെ സ്ക്വാഡിൽ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് നാട്ടിലും ഒക്കെ പോയി. ലേറ്റായി ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ പ്രോഗ്രാം ഉണ്ടായത്. അപ്പോൾ ഒരുപാട് പേര് നാട്ടിലൊക്കെ പോയി. ഉള്ളവരെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഓണം സെലിബ്രേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗെയിംസ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ മറ്റേ കുളം കര ആ ഒരു ഇതായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇന്നും ഇമ്മുമൊക്കെ ഔട്ടായിട്ടുണ്ട്. ഇന്നു ഔട്ടായി തോറ്റു തുന്നമ്പാടി വരുന്ന സീനാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇന്നുക്ക് കൂട്ടായിട്ട് ഇമ്മും വന്ന് കൂടെ വന്നിരിപ്പുണ്ട്. ഇസമോള് ഫൈനൽ 3ലേക്ക് കയറി. അപ്പോൾ ലാസ്റ്റായിട്ട് ഇസയും അവർക്ക് 2 പേർക്കും കൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇസൊക്കെ ചാടാനുള്ള ആരോഗ്യം ഉണ്ടെന്ന് ഞാൻ ഒട്ടും ഓർത്തില്ല. ഇപ്പം അടുത്തത് തെക്കേക്കരക്കാരുടെ അത് വലിയ പിള്ളേരാണ്. അപ്പോൾ ഇനിയാണ് അടുത്തത് ഇവർ കാത്തിരുന്ന മലയാളി മങ്ക കോമ്പറ്റീഷൻ. അപ്പോൾ വലിയ ആൾക്കാരും ചെറിയ പിള്ളേരും കൂടി ഒരുമിച്ചുള്ള കോമ്പറ്റീഷനാണ്. അല്ല, ഇവിടെ ഉള്ളവരെല്ലാവരും അണിഞ്ഞൊരുങ്ങി വന്നവരാണല്ലോ. അപ്പോൾ പിള്ളേർ സെറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. പിള്ളേർ സെറ്റെല്ലാം വടക്കേക്കരയും മറ്റുള്ള വലിയ പിള്ളേരെല്ലാം തെക്കേക്കരയാണ് ആയിട്ട്. ഇസ ഇനി പ്രോഗ്രാമിനൊന്നിനും ഇല്ല എന്ന് വന്ന് എന്നോട് പറയുന്ന സീനാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ദീപ പിള്ളേർക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളത്. ഇന്ന് ഭയങ്കര കാര്യമായിട്ടെല്ലാം കേട്ട് നിൽപ്പുണ്ട്. എന്താണാവോ. അപ്പോൾ നമ്മുടെ സുന്ദരിമണികളെല്ലാം റെഡിയായി നിൽപ്പുണ്ട്. മലയാളി മങ്കയായിട്ട് നമ്മൾ പ്രൈസ് കിട്ടണതല്ല മെയിൻ എയിം. അവരതിൽ പാർട്ടിസിപ്പേഷൻ അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇമാന. ഓക്കെ, ഇമാനിക്ക് എന്താ പറയാ ഓണത്തെ പറ്റി? എന്ന് പറയുമ്പോ എന്താ ഓർമ്മ വരണേ? വേറെ ഓണക്കാലം
വീട്ടിൽ ഓണക്കാലത്ത് എന്തൊക്കെയാ ചെയ്യാറ് അതൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ മറ്റൊരാളോ മറ്റു സദ്യ ഉണ്ടാക്കിയിരുന്നില്ലേ? അടുത്താളിലേക്ക് പോട്ടെ. ഹായ്, എൻ്റെ പേര് ഇനയ. ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എനിക്ക് ഓണത്തിന് പലപ്പോഴും നിർത്തി കുറേ പറഞ്ഞാൽ മതി കേട്ടാ. പെട്ടെന്ന് അവസാനിപ്പിക്കണ്ട. പറഞ്ഞോ. ഓണത്തിന് സദ്യ കഴിക്കാം, പൂ പറിക്കാൻ പോവുക, പിന്നെ ഓണത്തിന്റെ പൂക്കളുണ്ടാ ആ പൂക്കളാ. പൂക്കൾ കളർ വരയ്ക്കാം. ഞാൻ വരച്ചിട്ട് പൂക്കളാ. പഠിച്ചത് നന്നായി. എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കൾ കുറച്ചും കൂടി നന്നായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വരാൻ പറ്റും. അപ്പൊ ഇത്തവണത്തെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മലയാളി മംഗ കോമ്പറ്റീഷനിലെ വിന്നർ. ആൾ നല്ല അടിപൊളിയായിട്ട് എല്ലാം പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. പുഷടി പുഷടി. ടീച്ചർ റെഡി? അസിസ്റ്റന്റ് ടീച്ചർ പണിയിലാണ്. ഇനി അടുത്ത ഗെയിമാണിത്. ഹൂക്ക് റൗണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഓരോ പാട്ടിൻ്റെ ഹൂക്ക് സ്റ്റെപ്പ് ഇവർ കളിക്കണം. അതായത് 2 ടീം സെപ്പറേറ്റ് ആയിട്ട് നിൽപ്പുണ്ട്. വടക്കേക്കര നമ്മുടെ മക്കളുള്ള ഗ്രൂപ്പ്, മറ്റേ തെക്കേക്കര. ആ പാട്ടിൻ്റെ ഹൂക്ക് സ്റ്റെപ്പ് ഏത് ടീമാണോ ഫസ്റ്റ് കളിക്കുന്നത് അവർക്കാണ് പോയിൻ്റ്. 10 റൗണ്ട് വെച്ചാണ് ഉള്ളത്. 10 റൗണ്ടാണ് ഉള്ളത് ആകെ. അതിൽ 10 പോയിൻ്റ് വെച്ചിട്ട്. അപ്പോൾ ആദ്യത്തെ 4 പോയിൻറ്റും തെക്കേക്കരക്കാർ കൊണ്ടുപോയി. കാരണം അവർ വലിയ പിള്ളേരല്ലേ. പിന്നെ നമ്മുടെ മക്കൾ വിട്ടുകൊടുത്തില്ല. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പാട്ടുകളെല്ലാം ശ്രദ്ധിച്ച് എല്ലാവരും കളിച്ച്. അങ്ങനെ ലാസ്റ്റ് ഒരു ടൈ ബ്രേക്കർ വന്ന പാട്ടിൽ ഞാൻ നോക്കുമ്പോൾ ആരും കളിക്കുന്നില്ല. ഇടയിൽ നിന്ന് നമ്മുടെ ഇമ്മു മോള് അവൾ വീട്ടിൽ നിന്നേ പ്രാക്ടീസ് ചെയ്ത് മിനുക്കി ആ പാട്ടാണ് വെച്ചത്. അപ്പം ഇമ്മു മോള് ആ വടക്കേക്കര ടീമിനെ ജയിപ്പിച്ചു. അപ്പോൾ അവൾ ഭയങ്കര സന്തോഷത്തിലാണ്. വിജയനായി പ്രഖ്യാപിക്കുന്നു ടീം വടക്കേക്കര. അപ്പോ വിജയവും തോൽവിയൊന്നുമില്ല. ഇതെല്ലാം നമ്മളുടെ കുടുംബമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ല മനസ്സോടുകൂടെ കളിയും മറ്റേ ഗെയിമിംഗ് സ്പിരിറ്റ് ഒക്കെ അവിടെ കഴിഞ്ഞു. അത് പരിപാടി അവിടെ കഴിഞ്ഞു. വിജയികളെ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ അപ്രിസിയേഷൻ കൊടുക്കേണ്ടവർക്ക് അപ്രിസിയേഷൻ കൊടുത്തുകൊണ്ട് അവരെ അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനായി ടീം വടക്കേക്കര പിന്നെ ലാസ്റ്റായിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷനായിരുന്നു. പിള്ളേർ മാത്രമല്ല പാരൻസിനെയും കൂടെ നിർത്തിയാണ് ഫോട്ടോ എടുത്തത്. സ്വീകരിച്ചെത്തിയ പ്രിയ DJ NS and our MC ഫൈസി, നിങ്ങളുടെ മാന്യമഹാജനങ്ങളെ, കലാസ്നേഹികളെ, എല്ലാവർക്കും കെ സ്പോർട് ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ പിന്നെ ലാസ്റ്റായപ്പോൾ പാലട പായസം ഉണ്ടായിരുന്നു. അവരുടെ ഫ്ലോറിൽ വെച്ച് നമുക്ക് തരൂല, കാരണം ഫ്ലോർ ചീത്തയായി അതുകൊണ്ട് പുറത്ത് നമ്മൾ റിസപ്ഷൻ കഴിഞ്ഞിട്ടുള്ള എൻട്രിയുടെ അവിടെ വെച്ചിട്ടാണ് നമുക്ക് പായസമൊക്കെ കിട്ടിയത്. പിന്നെ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കുടെയും ദീപയുടെ കൂടെയും പിന്നെ അവിടുത്തെ മെയിൻ അവരുടെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ടീച്ചർ, പിന്നെ നിക്കു ചേട്ടൻ അവർ വിളിക്കണത്, അവൻ്റെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് തക്കു സാർ അവർ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞോടുകൂടി പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം വെച്ചാൽ ഓണം വെക്കേഷനായിട്ട് അവർക്ക് ഈ പ്രാവശ്യം വേറെ എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഓണം പരിപാടി കഴിഞ്ഞോടുകൂടി ആകെ ഹാപ്പിയായി. അതെല്ലാം കഴിഞ്ഞ് നേരെ താഴെ വന്നു കഴിഞ്ഞാൽ
പലരും റെസ്റ്റോറൻ്റാണ്. അവരെപ്പോൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞാൽ അവിടെ കയറാമെന്ന് പറയും. പക്ഷേ ഇന്ന് വിശന്ന് വന്നതുകൊണ്ട് ഞാൻ അവർക്ക് അവിടെ നിന്ന് കുറച്ച് സ്നാക്സും ഫ്രഷ് ലൈമും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് ചോറ് കൊടുക്കാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ അവിടെ നിന്നെല്ലാം വാങ്ങിച്ചു കൊടുത്ത് വീട്ടിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ടയേർഡായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കെ സ്കോട്ട് ഓണം വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.